എൻ്റെ പേര് സെലീന. ഞാൻ പൊന്നാനിയിൽ നിന്നാണ് വരുന്നത്. നമ്മൾ സൗണ്ട് മാത്രം കേട്ടിട്ട് ആദ്യമായിട്ടാണ് എല്ലാവരെയും കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അൽഹംദുലില്ലാഹ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഞാനൊരു അക്യുപഞ്ചറിസ്റ്റാണ്, അതുപോലെ ഒരു പേഴ്സണൽ കൗൺസിലർ കൂടിയാണ്. നമ്മുടെ അടുത്ത് ചെറിയ പ്രായത്തിലുള്ളവരും വലിയ പ്രായത്തിലുള്ള ക്ലയൻസും വരാറുണ്ട്, കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. പക്ഷേ പാരൻറ്റിങ് എന്നൊരു ലെവലിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം പറഞ്ഞ പോലെ എപ്പോഴും നമുക്കതങ്ങനെ കൃത്യതയോടെ കൊണ്ടുനടക്കാൻ പറ്റില്ല. ചിലപ്പോൾ ദേഷ്യം വരും. അതുപോലെ ഫോൺ അഡിക്ഷനിൽ നിന്നും അങ്ങനെ അങ്ങോട്ട് മോളെ മാറ്റാൻ, എനിക്കൊരു മോളാണ് ഉള്ളത്, 10 വയസ്സായ മോളാണ്. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു കോഴ്സ് എടുക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയിട്ട് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് സഫ്ന അതിനെക്കുറിച്ചിട്ട് സ്റ്റാറ്റസ് ഇടുന്നതൊക്കെ കണ്ടപ്പം അങ്ങനെ സജിത മാമിനെ കോണ്ടാക്ട് ചെയ്തു. അൽഹംദുലില്ലാഹ് വളരെ നല്ല ക്ലാസ്സായിരുന്നു. അപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇത് തോന്നിയത് ക്വാളിറ്റേറ്റീവ് ടൈം. കാരണം നമുക്ക് മക്കൾക്ക് നമ്മൾ പല സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. എന്താണ്, ഡ്രസ്സായിട്ടും അവർ ചോദിക്കുന്ന എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് ക്വാളിറ്റി, നമ്മൾ ആ ഒരു ടൈമിൻ്റെ ക്വാളിറ്റി, അതാണ് ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മൾക്ക് പലർക്കും സമയമില്ല, അവരെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈമില്ല. പക്ഷെ നമ്മൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല അവരെ ഓർമ്മയിൽ ഉണ്ടാവുക, അല്ലേ? ഇപ്പോൾ ഞാൻ ജീവിച്ചിട്ടുള്ള, എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ ഉപ്പ എങ്ങനെയായിരുന്നോ അതാണ്, അവരാണ് നമ്മൾ റോൾ മോഡൽ എന്ന് പറയുന്നത്. അവരാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് എങ്ങനെ ജീവിക്കണം. ഉമ്മ എങ്ങനെയാണോ ഉപ്പാനെ റെസ്പെക്റ്റ് ചെയ്യണത്, അത് കണ്ടിട്ടാണ് നമ്മളെ ഹസ്ബൻഡിനെ റെസ്പെക്റ്റ് ചെയ്യുക. അതേ ഒരു ലെവലിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇക്കാട് പറയും, നമുക്ക് ഇവിടെ ഇല്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മോളെ മുന്നിൽ നമ്മൾ സ്നേഹിക്കുന്നത് അവർ കാണണം, അല്ലേ? നമുക്ക് എപ്പോഴും മടിയാണ്. ഒരുമിച്ച് ഫുഡ് കഴിക്കുമ്പോഴാണേലും നമ്മളെ സ്നേഹം അവർ കാണുന്നില്ല. നമ്മളത് സ്നേഹം ശരിക്കും അവർ കണ്ട് തന്നെ വളരണം. അപ്പോഴാണ് ഫ്യൂച്ചറിൽ അവരും അങ്ങനെ ആവുള്ളൂ. ഇത് ചെറിയൊരു സബ്ജക്റ്റാണ്, പക്ഷെ എനിക്കത് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. കാരണം നമുക്കൊരു മടിയാണ് മക്കളെ മുന്നിൽ. അതുപോലെ തന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യമാണെങ്കിലും അവരെ കൂടെ ഇപ്പോൾ ഞാൻ ഫോൺ യൂസ് ചെയ്യുമ്പോൾ, ഇപ്പം കൗൺസിലിങ്ങിനൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ 3 മണിക്കൂർ, അതുപോലെ ഇപ്പോൾ പേഷ്യൻസ് ഉണ്ടാവും. നമ്മൾ അക്യുപഞ്ചർ എന്നുള്ളതിൽ പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ ഇനിയിപ്പോൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫോണിലാവും, വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോണിലാവും. അപ്പോൾ ആ ഒരു ടൈം കൊടുക്കാൻ പറ്റിയത് ശരിക്കും സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ്. എനിക്ക് തോന്നി കുറേ സമയം നമ്മൾ കൊടുക്കണം. അപ്പോഴവൾ പറയായിരുന്നു, ഉമ്മച്ചി ഫോൺ എടുക്കണില്ലേ, ഉമ്മച്ചി ഫോൺ എടുക്കണം, ഞാൻ ഫോൺ എടുക്കണതിന് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കായിരുന്നു. പക്ഷേ എനിക്ക് കുറേ നമുക്ക് അതിൽ നിന്ന് ഒരു മാറ്റം വരാൻ, എനിക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും ഒരു 95% എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് മോളോട് ബിഹേവ് ചെയ്യാനൊക്കെ പറ്റിയത് അൽഹംദുലില്ലാഹ് ഈ ഒരു കോഴ്സാണ്. നമ്മൾ NLP അതുപോലെ തന്നെ ബേസിക് കൗൺസിലിംഗ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് കൗൺസിലിംഗ് തുടങ്ങിയത്. പക്ഷെ എന്നാൽ പോലും ഈ പാരൻറ്റിങ് എന്ന ലെവലിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഈ ഒരു കോഴ്സ് തന്നെയാണ്. പിന്നെ ടൈമിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ ഫുള്ളായിട്ട് നമുക്ക് ഗ്രൂപ്പിൽ വരാനൊന്നും സാധിച്ചിട്ടില്ലെങ്കിലും എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അപ്പോൾ വലിയ താങ്ക്സ് പറയുകയാണ് ഫ്രണ്ടിനോടും. കാരണം അവൾ ഇതിലാണ്, സഫ്ന മുഖേനയാണ് ഇതിലെത്തിയത്. അതുപോലെ തന്നെ സജിത മാമിനോടും സാറിനോടും പ്രത്യേക സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. താങ്ക് യു.